പല കാര്യങ്ങൾക്ക് വേണ്ടി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ പലരും. നമ്മൾ അറിയുന്നില്ല ഈ ഇൻ്റർനെറ്റിൽ ഒളിഞ്ഞു കിടക്കുന്ന സൈബർ അറ്റാക്കുകളെ പറ്റിയോ സൈബർ ത്രെറ്റുകളെ പറ്റിയോ. പക്ഷേ ഇന്ന് ഈ സൈബർ അറ്റാക്കുകളും ഈ സൈബർ ത്രെറ്റ്സും ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഡിവൈസിനെ അത് ഇൻഫെക്റ്റ് ചെയ്യാം, നമ്മുടെ ഡേറ്റാസിനെ ഇൻഫെക്റ്റ് ചെയ്യാം, നമ്മുടെ പ്രൈവസിനെ ബാധിക്കാം. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ മാൽവെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചും ഫോണിനെ സംബന്ധിച്ചും ഒക്കെ വലിയ ഇഷ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ടെക്നോളജി വളർന്നു, അതിനനുസരിച്ച് തന്നെ ഇപ്പുറത്തെ സൈഡിൽ മാൽവെയർസും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷം 30 ബില്യൺ ഡേഞ്ചറസ് ആയിട്ടുള്ള മാൽവെയറുകളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഓരോ പുതിയ വൈറസുകൾ അല്ലെങ്കിൽ മാൽവെയറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഈ നമ്മുടെ ഡേറ്റാസിനെയും നമ്മളുടെ പ്രൈവസിയൊക്കെ സെക്യൂർ ആക്കാൻ വേണ്ടി നമുക്ക് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇപ്പം നിലവിലുള്ള വൈറസുകൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൈറസുകൾ എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെ നമുക്കതിൽ നിന്നൊക്കെ വൈറസുകളിൽ നിന്ന് നമ്മുടെ ഡേറ്റാസിനെ ഒക്കെ സെക്യൂർ ആക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റത്തെ സെക്യൂർ ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക. കൂട്ടത്തിൽ ഒരു ഡേറ്റ റിക്കവറി വിസാർഡ് ടൂളും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. ECS എന്ന് പറഞ്ഞ ടൂളാണ് ഇപ്പോൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. വാണക്ര അറ്റാക്ക് നടന്ന സമയത്ത് ഫയലുകളെല്ലാം തന്നെ റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നായിരുന്നു. അപ്പം ഈ ECS ടൂളുള്ള സിസ്റ്റങ്ങളിൽ നിന്ന് നമുക്ക് ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഡേറ്റ റിക്കവറി വിസാർഡ് ടൂൾ കൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. നമുക്കിനി എന്താണ് 2022 ഏതൊക്കെ രീതിയിലായിരിക്കും അത് വരാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. 2021 ജാനുവരിയിൽ കാസ്പറസ്കിയാണ് സ്യൂഡോ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ബോട്ട്നെറ്റിനെ സ്പോട്ട് ചെയ്തത്. ഈ ഒരു ബോട്ട്നെറ്റിനെ പല ഓൺലൈൻ സൈറ്റുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഓൺലൈൻ സൈറ്റുകളും ഫേക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഴ്സും ആപ്ലിക്കേഷൻ ക്രാക്കേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ പൈറേറ്റഡ് ഇൻസ്റ്റാളേഴ്സ് എല്ലാം തന്നെ കൂടുതലും ICS സ്പെസിഫിക് പൈറേറ്റഡ് സോഫ്റ്റ്വെയറും പല മാൽവെയർ സ്ട്രെയിൻസുമായിരുന്നു. ഇത് മാത്രമല്ല, ഈ ഒരു സ്യൂഡോ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നതിനെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരുന്നത് ഇൻഫേമസ് ഗ്ലിപ്റ്റബ ബോട്ട്നെറ്റ് വഴിയും ചെയ്തുകൊണ്ടിരുന്നു. ഇതുവഴി ചെയ്യുമ്പോൾ ആൾക്കാരുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ തന്നെ യൂസർ ID പാസ്വേഡ് പോലുള്ള കാര്യങ്ങൾ സ്റ്റീൽ ചെയ്യുകയും കുക്കീസിനെ സ്റ്റീൽ ചെയ്യുകയും ക്രിപ്റ്റോ കറൻസീസ് മൈൻ ചെയ്യുകയും ഒക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം ഇതൊരു 195 രാജ്യങ്ങളിലായിട്ട് 3500 സിസ്റ്റത്തെയെങ്കിലും ഇത് ബാധിച്ചിട്ടുണ്ടാവും. കൂടുതലും റഷ്യയിലും ഇന്ത്യയിലും ബ്രസീലിലും ഒക്കെയായിരുന്നു ഇത് ഇൻഫെക്റ്റ് ചെയ്തത്. ന്യൂസ് മാൽവെയർ അലേർട്ടുകൾ ഇപ്പം നമ്മൾ കൊറോണ വൈറസ് പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാക്കേഴ്സ് കൂടുതലും അല്ലെങ്കിൽ സൈബർ ക്രിമിനൽസ് കൂടുതലും ഈ ഒരു ന്യൂസിനെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് WHO നിന്നൊക്കെയാണ് മെയിൽ അയക്കുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് പല മെയിലുകളും വരാൻ സാധ്യതയുണ്ട്. ആ മെയിലുകൾ കാണുമ്പോൾ പോയി ഓപ്പൺ ആക്കാതിരിക്കുക. ഇതുവഴി അവർ അയക്കുന്നത് ഇമോട്ട്നെറ്റ് മാൽവെയർ പോലുള്ള മാൽവെയറാണ് അവർ അയക്കുന്നത്. ക്ലോപ്പ് റാൻസംവെയർ ആണ് അടുത്തത്. ഇത് ക്രിപ്റ്റോമിക്സ് റാൻസംവെയർ ഫാമിലിയിൽ വരുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു റാൻസംവെയർ ആണ്. ഈ ക്ലോപ്പ് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ടൈമിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തേതിനേക്കാളിലും ഓരോ പ്രാവശ്യം ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡാമേജസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇന്ന് ടൺസ് ഓഫ് വേരിയൻസ് ഓഫ് ക്ലോപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസിൻ്റെ മൊത്തം ഫയലുകളെയും എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഇവരൊരു ഹ്യൂജ് റാൻസം എമൗണ്ട് ആ എൻ്റർപ്രൈസിനോട് ആവശ്യപ്പെടുകയും ആ ഒരു ഇൻഫെക്റ്റഡ് ഫയലുകളെല്ലാം ഡിക്രിപ്റ്റ് ചെയ്ത് തരണമെങ്കിൽ ഇത്ര ഹ്യൂജ് ആയിട്ടുള്ളൊരു റാൻസം ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്നു. അപ്പം ഈ ക്ലോപ്പ് റാൻസംവെയർ എന്ന് പറയുന്നത് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വിൻഡോസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് കൂടുതലും ഈ ക്ലോപ്പ് റാൻസംവെയർ ടാർഗറ്റ് ചെയ്യുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ആൻഡ് ക്രിപ്റ്റോ കറൻസി അറ്റാക്കുകളെ പറ്റി നോക്കാം. സോഷ്യൽ എഞ്ചിനീയറിംഗ് ടാക്ടിക് യൂസ് ചെയ്തുകൊണ്ട് ഇന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ള അറ്റാക്കുകളെല്ലാം
ഹ്യൂമനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ വരുന്ന അറ്റാക്കുകളാണ്. ഉദാഹരണമായിട്ട് ഒരു പുതിയ ആൻഡ്രോയിഡ് ബാങ്കിങ് ട്രോജൻ ഡബ്ഡ് ഗസഫ് എന്ന് പറയുന്നത് വളരെ പോപ്പുലാരിറ്റി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മലീഷ്യസ് കമ്പ്യൂട്ടർ വൈറസുകൾ ടാർഗറ്റ് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി ആപ്പുകളെയാണ്. അതായത് ബാങ്ക് ഓഫ് അമേരിക്കയുടെയും ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡിൻ്റെയും ഒക്കെ. ഇത് മാത്രമല്ല, ഇന്ന് സ്വിം സ്വാപ്പിംഗ് അറ്റാക്കുകളും നടക്കുന്നുണ്ട്. 2022 വളരെ കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം വളരെ ക്ലെവറായിട്ടുള്ളൊരു സോഷ്യൽ എൻജിനീയറിങ് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ വിക്ടിമിൻ്റെ സിം കാർഡിൻ്റെ ആക്സസ് ഗെയിൻ ചെയ്തിട്ട് അയാൾ മൊബൈൽ കാരിയറിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് റിയൽ കസ്റ്റമർ ആണെന്ന്. ഒരു ഹാക്കറിന് ഈ ആക്സസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹാക്കർ ഈ വിക്ടിമിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ക്രിപ്റ്റോ കറൻസി വാലറ്റുകളുമെല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി ഒരുപാട് അറ്റാക്കുകൾ 2022 വരാവുന്ന ഒരുപാട് അറ്റാക്കുകളുണ്ട്. നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെ സെക്യൂർ ആകാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ നല്ല ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ഫയർവാൾ യൂസ് ചെയ്യുക, സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സസ്പീഷ്യസ് ആയിട്ടുള്ള വെബ് പേജുകൾ ഓപ്പൺ ആക്കാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും മെയിലിൽ സ്പാം മെയിലുകൾ വന്നു കഴിഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത മെയിലാണെന്നുണ്ടെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. സസ്പീഷ്യസ് ആയിട്ടുള്ള ലിങ്കുകളും അറ്റാച്ച്മെൻറ്റ്സും ഒന്നും നമ്മൾ ക്ലിക്ക് ചെയ്യുകയോ ഇതെന്താണെന്ന് ആകാംക്ഷ കാരണം ഒന്നും നോക്കുകയൊന്നും ചെയ്യരുത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യണം. അത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. പൈറേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, അങ്ങനെയുള്ള പൈറേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് മാത്രം ബ്രൗസ് ചെയ്യുക. പ്രൈവസി സെറ്റിങ്സ് ഒക്കെ ഓൺലൈൻ അക്കൗണ്ട്സിൻ്റെയൊക്കെ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടണം, സെക്യൂർ ആക്കി ഇടണം. അതുപോലെ തന്നെ നമ്മളൊരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലോഗ് ഔട്ട് ആയി പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇറങ്ങി വരിക. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ബാക്കപ്പ് നമ്മൾ എപ്പോഴും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ബാക്കപ്പ് എടുത്ത് വെക്കാൻ നോക്കുക. സേഫ് ആയിട്ടുള്ള ഡേറ്റ ഷെയറിംഗ് നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യാൻ നോക്കുക. മെയിലിൽ വരുന്ന അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും എല്ലാ അക്കൗണ്ട്സിനും തന്നെ ഒരേ പാസ്വേഡ് ഇടാതെ ഡിഫറെൻറ്റ് പാസ്വേഡ്സ് ഒക്കെ ഇടുക. പിന്നെ ക്ലൗഡ് ബാക്കപ്പ് ഡേറ്റ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കുറേ ടിപ്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റാനെ സെക്യൂർ ആക്കി വെക്കാൻ പറ്റും.